ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ വേർപാട്. ഹല്ലേലൂയ. ഇന്ന് നാം ജീവിക്കുന്നത് കലർപ്പിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും നാളുകളിലാണ്. വേർപാടിൻ്റെ ജീവിതം ജ്ഞാനികൾക്ക് മാത്രം കഴിയുന്നതാണ്. വേർപെട്ട ജീവിതത്തിനു വേണ്ടി വിളിക്കപ്പെടുകയും ജീവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മൾ 2 കൊരിന്ത്യർ 6:14 വായിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അവിശ്വാസികളോട് ഇണയില്ലാപ്പെണ്ണം കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. വിശുദ്ധിയും വേർപാടും അനുദിനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അപ്പോൾ എന്താണ് വേർപാടെന്ന് പറയുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഹല്ലേലൂയ. വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിലുള്ളതായ സമർപ്പണം. പുറപ്പാടിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ പിന്നെയും എനിക്കായി ശുദ്ധീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അതെ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഉടമ്പടി ഉണ്ടാക്കാതിരിക്കുക. ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധീകരിക്കപ്പെടുക, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൽ നിന്നും ഉള്ള വേർപാട്, ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തു എന്ന് യോഹന്നാൻ 15:19 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിശ്വാസികളോട് ഇണയില്ലാപ്പെണ്ണം കൂടാൻ പാടില്ല. വേർപാട് എല്ലായ്പ്പോഴും അർത്ഥമാക്കുന്നത് ഒറ്റപ്പെടലല്ല, എന്നാൽ വേർപാടിൻ്റെ മനോഭാവം യഥാർത്ഥത്തിൽ അപമാനമാണ്. സ്തോത്രം. കർത്താവിനെ ആളുകളെ സ്വാധീനിക്കുക എന്നതാണ് നമ്മുടെ വിളി. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ളതായ വലി ശക്തമാകുകയാണെങ്കിൽ ആ സമയത്ത് ഈ വടംവലി വിടുന്നത് പോലെ നാം വിട്ടുകളയേണ്ടതാണ്. നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 52:11 വായിക്കുന്നത്, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന് നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ വീട്ടുപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. അതെ ദൈവമക്കളെ, സ്തോത്രം. വേർപാടും വിശുദ്ധിയും ഒരു ദൈവത്തിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നമുക്ക് പാലിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, അതിനെ സമർപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.